പ്രൈസ് ദി ലോർഡ്. ഫാക്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ സംസാരിക്കാറുള്ള തരത്തിലുള്ളൊരു ടോപ്പിക്കുമായിട്ടല്ല ഇന്ന് നമ്മൾ ഫാക്ടറിൽ വന്നിരിക്കുന്നത്. കുറേ നാളുകളായിട്ട് നമ്മൾ ഈ മലയാളികളായ ആരെങ്കിലും ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ചാനലുകളിലും മീഡിയയിലും വന്നിട്ട് സ്ഥിരമായി കേൾക്കുന്ന ഒരു സംഭവമാണ് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം. മലയാളികൾ മൊത്തം ദാരിദ്ര്യം പിടിച്ചവരാണെന്നുള്ള നിലയിൽ, ഒരു സമൂഹത്തെ മൊത്തം ഞരമ്പുരോഹികൾ എന്നുള്ള നിലയിലൊക്കെ അടച്ചാക്ഷേപിച്ച് വിളിക്കുന്ന കുറേ ആളുകളുണ്ട്. ഏത് ടൈപ്പ് ആൾക്കാരാണ് ഇവരെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഏതോ ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള വോക്ക് കൾച്ചറിലൊക്കെ വളരെ ആകൃഷ്ടരായി അത് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചാനൽ അവിടെ ഇവിടെയൊക്കെ ഒരു പൊതുസമൂഹത്തിൽ എല്ലാവരും കേൾക്കെ ഒരു ജനതയെ മൊത്തം ലൈംഗിക ദാരിദ്ര്യം പിടിച്ച സമൂഹമാണെന്നൊക്കെ വിളിക്കാൻ എന്ത് റൈറ്റാണ് ഉള്ളത്? അല്ലെങ്കിൽ അതിൽ അങ്ങനെ വിളിക്കാൻ തക്ക എന്തെങ്കിലും ആധികാരികമായ ഡാറ്റയോ ക്ലെയിംസോ അവർക്കുണ്ടോ? എന്തെങ്കിലും ഉണ്ടായിട്ടാണോ അതൊക്കെ വിളിക്കുന്നത്? നമ്മൾ പലരും ഇതെല്ലാം കേട്ട് ആ വിളിയും കേട്ട് അതങ്ങനെ തന്നെയാണെന്ന് സമ്മതിക്കുന്ന പോലെ ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്യും. അത് പറയുന്നതൊക്കെ ശരിയാണെന്ന് നമ്മൾ കരുതും. പക്ഷേ ഇതിന് യഥാർത്ഥമായിട്ട് ഇങ്ങനെ ചാനലിലൊക്കെ പറയാൻ പറ്റിയ ഒരു വിജൃംഭിച്ച വാക്ക് എന്നുള്ളതിന് ഉപരിയായിട്ട് ഈ വാക്കിന് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ, അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ആയിട്ട് ഒന്നും എൻ്റേതായ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. ഇതിൽ നമ്മൾ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സും കുറച്ച് ഫാക്ട്സും മാത്രം എടുത്ത് വയ്ക്കുന്നു. അത് വെച്ചിട്ട് ഈ പറയുന്ന ടൈമിന് നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ സയൻറ്റിഫിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സയൻസ് എന്താണ് പറയുന്നത്, അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീയും അവരുടെ ലൈംഗിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതേക്കുറിച്ച് 2 ആർട്ടിക്കിളുകളിലേക്കുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഒന്ന് കുറച്ച് ആധികാരികമായിട്ട് പഠിച്ച ഒരു പേപ്പറാണ്, ഒരു നല്ല പേപ്പറാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നൊരു പേപ്പറാണ്. അത് താല്പര്യമുള്ളവർക്ക് അത് എടുത്ത് വായിക്കാം. അല്ലെങ്കിൽ അത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ അത്രയൊന്നും ഡീപ്പായിട്ട് പോകാത്ത എന്നാൽ നോർമലായിട്ട് വായിക്കാൻ പറ്റുന്ന വേറൊരു ആർട്ടിക്കിളും ഉണ്ട്. ഇത് 2 വായിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. പുരുഷന്മാരുടെ താല്പര്യങ്ങളും സ്ത്രീകളുടെ താല്പര്യങ്ങളും വ്യത്യസ്തമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാഴ്ച, വിഷ്വൽ സ്റ്റിമുലി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സ്മെല്ല്, ശബ്ദം, സ്പർശനം, ഇതൊക്കെയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ലൈംഗിക താല്പര്യം ഉണ്ടാക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് ഇമോഷൻസ്, പാസ്റ്റ് എക്സ്പീരിയൻസ്, റിലേഷൻഷിപ്പിലുള്ള സാറ്റിസ്ഫാക്ഷൻ, അവരുടെ തോട്ട്സ്, ഇങ്ങനെ മറ്റ് ഘടകങ്ങളാണ്. അപ്പോൾ അവരുടെ ഒരു ചിന്തയും ചിന്തിക്കുന്ന രീതിയും ഒക്കെ ഡിഫറെൻ്റാണ് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളുമാണ്. എന്നാലും ഞാൻ പറയാം, നമ്മളിപ്പോൾ ഈ കാര്യമാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്ത്രീകളുടെ കാഴ്ചപ്പാട്, അവർ ചിന്തിക്കുന്ന രീതിയും വേറെയാണ്. അവർക്ക് വിഷ്വലായിട്ടുള്ള കാര്യം അത്ര ഒരു സംഭവമല്ലായിരിക്കും. പക്ഷേ പുരുഷന്മാർക്ക് അങ്ങനെയല്ല. അപ്പോൾ ഇത് ഞാൻ പറയുന്നതല്ല, ഇത് സയൻറ്റിഫിക്കലി അറിയാവുന്ന അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുന്ന കാര്യമാണ്, അറിയാവുന്ന ആളുകൾ പറയുന്നതാണ്. നമുക്ക് എവിടെയും ഇത് വായിക്കാം, നിങ്ങൾക്ക് ഏത് സ്റ്റഡിയും വേണമെങ്കിൽ എടുത്ത് നോക്കാം. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വമായിട്ട് സിനിമകളിൽ, മറ്റ് മീഡിയകളിൽ, ബിസിനസ്സുകളിലൊക്കെ ഇത്തരത്തിൽ ഈ സ്ത്രീയുടെ ശരീരം കച്ചവടവൽക്കരിച്ച് തന്നെ ചെയ്യുന്നുണ്ട്. അത് പർപ്പസ്ഫുള്ളി ബിസിനസ്സിന് വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. അവരുടെ ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അല്ലെങ്കിൽ അതിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി, അങ്ങനെയുള്ള അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയൊക്കെ തന്നെ ചെയ്യുന്നതാണ്, മനഃപൂർവ്വം ചെയ്യുന്നത് തന്നെയാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു വശം പറയാം. അതായത് ഇപ്പോൾ കേരളത്തിലെ ആളുകൾക്ക് അല്ലെങ്കിൽ മലയാളികൾക്കാണ് ഈ ഏറ്റവും വലിയ പ്രശ്നം, ലോകത്തെ ഏറ്റവും വലിയ ഈ ദാരിദ്ര്യം പിടിച്ചവർ മലയാളികളാണെന്നുള്ള രീതിയിലാണ് ചർച്ചകൾ പലരും വന്ന് പറയാറ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ക്രൈമും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നടക്കേണ്ടത് എവിടെയാണ്? കേരളത്തിൽ തന്നെയാണല്ലോ നടക്കേണ്ടത്. അപ്പോൾ അത് ശരിയാണോ എന്ന് നോക്കാം. ആദ്യം നമുക്ക് ലോകത്തിലുള്ള ഓരോ രാജ്യങ്ങളുടെയും റേപ്പ് റേറ്റ്, അതായത് 100,000 ആളുകളെ എടുത്തു കഴിഞ്ഞാൽ എത്ര റേപ്പ് നടക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ടോപ്പിൽ വരുന്നത്, ഏതൊക്കെ രാജ്യങ്ങളാണ് താഴെ വരുന്നതെന്ന് നോക്കിയാൽ
ഇതിൽ ഒന്നാമത്തെ മുതൽ 10ാമത്തെ സ്ഥാനം വരുന്ന രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ബോട്സ്വാന, ലെസോത്തോ, സൗത്ത് ആഫ്രിക്ക, സ്വീഡൻ, കോസ്റ്ററിക്ക, അങ്ങനെയുള്ള ബെൽജിയം, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെയാണ് ആദ്യത്തെ 10 സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത്. ഇതിൽ 10 മുതൽ ഒരു 25 വരെയൊക്കെയുള്ള സ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് കേൾക്കണം. 1 കാനഡ വരും, ഓസ്ട്രേലിയ വരും, ബെൽജിയം വരും, ന്യൂസിലാൻഡ് വരും, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വരും, യുണൈറ്റഡ് കിങ്ഡം വരും, ഡെൻമാർക്ക് വരും, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്. ഒരു പക്ഷേ ഇങ്ങനെ വിളിക്കുന്ന ആളുകളുടെ മനസ്സിലെ ലൈംഗിക സമ്പന്നമായ രാഷ്ട്രങ്ങളായിരിക്കാം ഇതൊക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെയൊന്നും യാതൊരു പ്രശ്നവും വരാൻ പാടില്ലാത്തതാണ്. ഇവരൊക്കെ ഈ ലിസ്റ്റിൽ ഏറ്റവും താഴെ കിടക്കേണ്ട രാജ്യങ്ങളാണ്. പക്ഷേ ഈ രാജ്യങ്ങളൊക്കെ നിർഭാഗ്യവശാൽ ആദ്യത്തെ 25 സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന രാജ്യങ്ങളാണ് ഇവരൊക്കെ. അവിടുന്ന് താഴോട്ട് വന്നാൽ ഒരു 30 ഇതിലേക്കൊക്കെ വരുമ്പോൾ അവിടെ അർജൻറ്റീന വരുന്നു, സൗത്ത് കൊറിയ വരുന്നു, ചിലി, സ്പെയിൻ, ജപ്പാൻ, ഗ്രീസ്, ഇവരെല്ലാം വരുന്നു. അപ്പോൾ ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച മലയാളികളെല്ലാം അടങ്ങുന്ന ഇന്ത്യ എവിടെ കിടക്കുന്നു? ഇന്ത്യയുടെ സ്ഥാനം ഇവരെ സംബന്ധിച്ച് അവിശ്വസനീയമായിരിക്കാം. കാരണം ഇന്ത്യയുടെ സ്ഥാനം 44ആണ്. 40-ൽ താഴെയാണ് ഇന്ത്യയുടെ റേറ്റിംഗ് ഈ കാര്യത്തിൽ. അപ്പോൾ ഇനി ഇന്ത്യയിൽ തന്നെ നമുക്ക് കേരളം നമ്പർ 1 ആവണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ചവർ മലയാളികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികളാണ് ഇന്ത്യയിൽ ലോക ഭൂപടത്തിൽ ഈ കാര്യത്തിൽ 44-ാം സ്ഥാനത്ത്. ഈ 44 എന്ന് പറയുന്നത് നമ്മൾ ഈ അടുത്ത ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് അത് ഓരോ വർഷങ്ങളനുസരിച്ച് മാറിയിരിക്കും. എന്നാലും 40-ന് താഴെയാണ് ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ എന്തായാലും ഏറ്റവും ടോപ്പിൽ വരുന്ന രാജ്യമല്ല ഇന്ത്യ. അപ്പം അതിൽ മലയാളികളാണോ നമ്പർ 1 എന്ന് നോക്കാം. നമ്മുടെ നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്കനുസരിച്ചിട്ട് അവരുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ അവരുടെ സൈറ്റിൽ 2022-ലാണ് കിടക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമ്മൾ 1ാം സ്ഥാനം 2ാം സ്ഥാനമൊക്കെ നോക്കി ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു 12ാം സ്ഥാനത്താണ് കേരളം വരുന്നത്. അപ്പോൾ അവിടെയും കേരളം ടോപ്പിലില്ല. കേരളം അവിടെ 12ാം സ്ഥാനത്താണ് വരുന്നത്. ഈ 12ാം സ്ഥാനം ഒരു നല്ല സ്ഥാനമാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇവരുടെ ഈ വിളി അനുസരിച്ച് കേരളം ഇന്ത്യയുടെ നമ്പർ 1 ആവുകയും പിന്നെ ഇവരുടെയൊക്കെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ ഇന്ത്യക്കാർ മറ്റവരെക്കാളും ദരിദ്രരായിരിക്കണമല്ലോ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ. കാരണം സമ്പന്നരും മറ്റേ ആൾക്കാരൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മളുടെ റാങ്കിങ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ടോപ്പ് 10-ലെങ്കിലും എത്തേണ്ടതാണ് അവർ ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെയൊന്നും ഇല്ല. ഇപ്പം ഞാനീ പറഞ്ഞു വന്നത് ഈ തെറ്റായ കാര്യങ്ങൾ തെറ്റ് തന്നെയാണ്. ആരെങ്കിലും എന്തെങ്കിലും ബിസിനസ്സിന് വേണ്ടിയോ സിനിമയ്ക്ക് വേണ്ടിയോ എന്തെങ്കിലും ആരും കാണിച്ചു എന്ന് കരുതി നാം അതിനനുസരിച്ച് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നമ്മുടെയാണ്. പക്ഷേ ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾ എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ മാത്രമല്ലല്ലോ, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. തെറ്റ് ചെയ്യുന്നവരുണ്ട്, മാന്യമായി ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഏതെങ്കിലും കുറച്ച് ആളുകൾ എന്തെങ്കിലും ചെയ്തെന്ന് വിചാരിച്ച് ഒരു സമൂഹത്തെ മൊത്തം ഒരു പ്രത്യേക ടേമൊക്കെ ഉണ്ടാക്കി അലങ്കരിച്ചിരുന്ന് ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് വിളിച്ച് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അതിലെന്ത് വസ്തുതയുണ്ട്? അപ്പോൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ ചർച്ചകളിൽ എന്തൊക്കെയോ വലിയ സംഭവമാണെന്ന് കരുതി കുറേ വോക്ക് കൾച്ചറിനെ ഫോളോ ചെയ്യുന്ന കുറേ ഫെമിനിസ്റ്റുകളുടെ കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് അവരെ സുഖിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ ചുമ്മാ അത് കേട്ട് ഈ പറയുന്നതെല്ലാം എന്തോ കാര്യമാണെന്നൊന്നും വിശ്വസിച്ചേക്കരുത്. അതിൻ്റെ പുറകിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? എന്തെങ്കിലും ഫാക്റ്റ് ബേസ് ചെയ്തിട്ടാണോ ഈ പറയുന്നത്? ചുമ്മാ ഓരോരോ ടേമുകളൊക്കെ ഉണ്ടാക്കി ഈ പറയുമ്പോൾ ഒരു സുഖം കിട്ടും. അതുപോലെ ചാനലിലൊക്കെ ഇതൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തോന്നിപ്പിക്കാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സമൂഹത്തിൽ നിന്ന് അടച്ച് ഇങ്ങനെ പറയാൻ ആർക്കും ഒരു ലൈസൻസും ഇവിടെ ആരും കൊടുത്തിട്ടില്ല. പറയുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും വസ്തുതകൾക്ക് അടിസ്ഥാനമായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് സമ്മതിക്കാം. ഇത് വസ്തുതയ്ക്ക് വിരുദ്ധമായി ഒന്നും ഒരടിസ്ഥാനമില്ലാതെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ പറയുന്നവരെ നമ്മൾ മാറ്റി നിർത്തുക തന്നെ വേണം. വസ്തുതകളായിരിക്കട്ടെ, പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടാവട്ടെ.
തെറ്റാണെന്ന് തന്നെ പറയണം. എന്ന് വെച്ചാൽ ആരും എന്തും പറഞ്ഞാൽ അത് സ്വീകരിക്കണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ ഇന്നത്തെ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. ദൈവം വെച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.